മലയാളം ഭാവഗായകന് വിട ചൊല്ലുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി വാർത്തകളുണ്ടായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ താമസിക്കുന്ന സമയമായിരുന്നു, അവിടെ ചികിത്സയിലായിരുന്നു, അർബുദബാധയെ തുടർന്നുള്ള ചികിത്സയിലായിരുന്നു അദ്ദേഹം. 1985 ദേശീയ പുരസ്കാരം മികച്ച ഗായകന് നേടി. ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ഗാനത്തിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, സബ്ജക്റ്റ് ടു കറക്ഷൻ. 21 ഈ അടുത്ത കാലത്താണ് ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയത്. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയ ആ സമയത്ത് അദ്ദേഹം കൈരളി വാർത്തയ്ക്ക് പ്രത്യേക അഭിമുഖം നൽകിയിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം വരികയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. വളരെ സരസമായി സംസാരിക്കുന്ന ആളുകൂടിയാണ് എന്നുള്ളതുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന വളരെ സരസമായ കൂട്ടത്തിൽ ആരോ ചോദിക്കുന്നു, ഇപ്പോൾ തൃശ്ശൂരാണല്ലേ താമസം എന്ന് ചോദിക്കുമ്പോൾ, എന്താ തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കണോ, അങ്ങനെ താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ വീട് വാങ്ങിത്തരൂ എന്ന് പറയുന്ന തരത്തിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൈരളിയുടെ മധുചന്ദ്രിക എന്ന പരിപാടിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ഗാന ലോകം നമ്മൾ ചലച്ചിത്ര മറ്റു ഗായകർ, എഴുത്തുകാർ, ഗാനരചയിതാക്കൾ, സംഗീത സംവിധായകർ ഇവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൈരളിയുടെ മധുചന്ദ്രിക എന്ന പരിപാടി എക്കാലവും ജയചന്ദ്രൻ അദ്ദേഹം തന്നെ വന്നിരുന്ന് അദ്ദേഹം പാടിയ പാട്ടുകൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ അനുഭവങ്ങളുമൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് ആളുകളെ ആ പരിപാടിയിൽ, ചലച്ചിത്ര രംഗത്തെ ഗായകരെ, അതുപോലെ എഴുത്തുകാരെ, വയലാർ ശരചന്ദ്രവർമ്മ, അതുപോലെ ഗായകരെ സുദീപ്, രാജലക്ഷ്മി, പലരും നമ്മളവിടെ പരിപാടിയിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അവിടെ ജയേട്ടൻ എന്ന് മലയാള സിനിമാ ലോകം അല്ലെങ്കിൽ ഗായകരുടെ സംഗീത ലോകമൊക്കെ വിളിക്കുന്ന പി ജയചന്ദ്രൻ ഓരോ പാട്ടിൻ്റെയും പിന്നിലത്തെ അനുഭവങ്ങളും, അതുപോലെ വളരെ അനായാസമായി ഓരോ പാട്ടും ആ മൂഡിൽ പാടിപ്പോകുന്നതുമൊക്കെ മധുചന്ദ്രികയിലൂടെ കണ്ടതാണ്. ഞാനത് കൂടുതലായി സൂചിപ്പിച്ചു എന്നും മാത്രം. ഒട്ടേറെ പരിപാടികളിലൂടെയുമൊക്കെ കൈരളിയുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു, ഏറ്റവും കൈരളിയോടേറെ പ്രിയപ്പെട്ട, കൈരളിയോടൊപ്പം ചേർന്ന് നിന്ന മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ, ഭാവഗായകൻ എന്ന നിലയിൽ ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ് അങ്ങനെ ഗായക ലോകത്ത് ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുമ്പോഴാണ് തൊട്ടിപ്പുറത്ത് പി ജയചന്ദ്രൻ അതേ കാലയളവിൽ തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിലൂടെ അങ്ങനെ ഒരു പാത വെട്ടി അങ്ങനെ അതിലൂടെ മുന്നോട്ട് പോയത്. നമ്മളിപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവമൊക്കെ കഴിഞ്ഞ കാലമാണ്. കലോത്സവത്തിലൂടെ തന്നെ കടന്നു വന്ന പി ജയചന്ദ്രനും ഡോക്ടർ കെ ജെ യേശുദാസും ഒക്കെ എല്ലാ കാലത്തും നമ്മുടെയൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വന്ന പി ജയചന്ദ്രൻ ഈ കാലയളവിൽ അവസാന കാലം വരെയും ആ മാധുര്യത്തോടു കൂടി തന്നെ അദ്ദേഹം പാടുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. പ്രായമൊന്നും അലട്ടാത്ത വിധം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വളരെ ഇഷ്ടത്തോടെ, ഭയങ്കര സ്നേഹത്തോടെ നമ്മളൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുന്ന അനുഭവങ്ങൾ, ഇപ്പോഴും ഇങ്ങനെ പഴയ പാട്ടുകളുടെ പാടിയ അതേ ആലാപനത്തോടെ വളരെ സ്വതന്ത്രമായി, വളരെ റിലാക്സ്ഡായി പാടുന്ന ജയചന്ദ്രൻ എന്ന് എത്രയോ ഈ സമീപകാലത്തെ പാട്ടുകളിലുമൊക്കെ നമ്മൾ പറയുന്ന ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച്, അദ്ദേഹവുമായുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ കഴിയുന്ന ആളുകളുടെ അവർ പറയുന്നത് കേൾക്കാൻ ഒക്കെയുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മളിനി കടന്നു പോകുന്നത് എന്നുള്ളത് കൂടിയാണ്. മലയാളത്തിൻ്റെ ജയചന്ദ്രൻ, പി ജയചന്ദ്രൻ വിടവാങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ സമ്പൂർണമായ, വളരെ സമഗ്രമായിട്ടുള്ള, അർത്ഥപൂർണമായിട്ടുള്ള ഒരു ഗാനലോകം അത് അവശേഷിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത് എന്നുള്ളത് കൂടിയാണ്. ഭാവഗായകന് നമ്മൾ ഏറ്റവും അദ്ദേഹത്തിന് ഉചിതമായ, അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം മലയാളിക്ക് തന്ന അദ്ദേഹത്തിൻ്റെതായ ഗാനങ്ങൾ, പാട്ടുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തെ അത്രമേൽ ആദരവോടെ, സ്നേഹത്തോടെ അദ്ദേഹത്തിന് വിട ചൊല്ലുന്ന ഒരു സമയമാണ്. വിനിഷയാണിപ്പോൾ നമ്മൾക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനിഷ, അല്പം ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു സമ്പന്നമായ ഗാനലോകത്തെക്കുറിച്ചൊക്കെ എല്ലാവരും ആലോചിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏറ്റവും മനോഹരമായ ചിത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്നു. ദാസേട്ടനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പി ജയചന്ദ്രൻ, അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി, അതുപോലെ 2021 മുഖ്യമന്ത്രിയിൽ നിന്ന് കോവിഡ് കാലത്തിനൊക്കെ ശേഷമാണ് തിരുവനന്തപുരത്ത് വന്ന് ജെ.സി. ഡാനിയൽ പുരസ്കാരം അദ്ദേഹം വാങ്ങി മടങ്ങിയത്. ഞാൻ അതേക്കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒട്ടേറെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ മലയാളി നിൽക്കുന്ന സമയം കൂടിയാണിത്, അല്ലേ?
അത്രയേറെ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട് ശരത്ത്. മഞ്ഞലയിൽ മുങ്ങി തോർത്തി എന്ന ആദ്യ ഗാനം എന്ന് വിശേഷിപ്പിച്ചുകൂടാ. കാരണം ആദ്യ ഗാനമായി 1965 കുഞ്ഞാലി മരക്കാർ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാട്ട് പാടിയിരുന്നു. പക്ഷേ ആ പാട്ട് റിലീസാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ചെന്നൈയിലെ ഗാനമേള അവതരിപ്പിക്കുന്നതിനിടെ പി ദേവരാജൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഗാനം കേൾക്കാനിടയായി. അദ്ദേഹം അതിന് പി ജയചന്ദ്രന് കൊടുത്ത പാട്ടാണ് മഞ്ഞലയിൽ മുങ്ങി തോർത്തി. ഇന്നും മലയാളികളുടെ ഫേവറേറ്റ് ഹിറ്റ്സിൽ, ആ ഒരു കാലഘട്ടത്തിലെ ഫേവറേറ്റ് ഹിറ്റ്സിലെ ആദ്യ 10 എടുത്ത് വെച്ചാൽ എന്നും ഇടം പിടിക്കുന്ന ഒരു പാട്ടാണ് മഞ്ഞലയിൽ മുങ്ങി തോർത്തി എന്ന ആ പാട്ട്. അതിലൂടെ ആ ഒരു പാട്ട് പാടിയതിലൂടെ, ആ പാട്ടിൻ്റെ ജനസ്വീകാര്യതയിലൂടെ പി ജയചന്ദ്രന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സ്വകാര്യ ഒരു കെമിക്കൽ ഫാക്ടറിയിലെ കെമിസിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് സജീവ ഗാനമേഖലയിലേക്ക് അദ്ദേഹം കടക്കുന്നത്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടും പാടി മലയാളത്തിന്റെ സ്വന്തമായി മാറിയ, വിനിഷ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷണൽ ജീവിതം ഒക്കെ മാറ്റിവെച്ച് അദ്ദേഹം പിന്നീട് ജീവിച്ചത് അത്രയും മലയാള സിനിമാ ഗാനശാഖയ്ക്ക് വേണ്ടിയിട്ടാണ്. മലയാള സിനിമാ ഗാനങ്ങൾ, നാടകഗാനങ്ങൾ അല്ലെങ്കിൽ ഭക്തിഗാനങ്ങളിലൂടെയൊക്കെ മലയാളിയുടെ വളരെ പ്രിയപ്പെട്ട ഗായകനായി അദ്ദേഹം പതിറ്റാണ്ടുകൾ ഇങ്ങനെ നമ്മൾക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. ഇനി അത് തലമുറകളോളം ആ ശബ്ദം, ആ പാട്ടുകൾ ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു ശബ്ദം എന്നുള്ള, വളരെ നനുത്ത ശബ്ദം, എത്രയോ മധുരതരമായ പാട്ടുകളാണ് ആ ശബ്ദത്തിലൂടെ. അതുപോലെ തന്നെ ഭാവം, ആ പാട്ടിന്, ആ വരികൾക്ക്, ആ സംഗീതത്തിന് ഒക്കെ ചേരും വിധമുള്ള ഭാവം, അങ്ങനെ വേറിട്ട ശബ്ദവും ഭാവവും സന്നിവേശിപ്പിച്ച മലയാളത്തിൻ്റെ സ്വന്തം ജയചന്ദ്രൻ. അങ്ങനെയാണ് അദ്ദേഹം ഭാവഗായകനായി മാറുന്നത്. അദ്ദേഹത്തിന് മലയാളം നൽകിയിട്ടുള്ള വിശേഷണമാണ് നമ്മുടെ സ്വന്തം ഭാവഗായകൻ എന്നുള്ളത്. ചിരിയും ഗാനവും വിനയവും ഒക്കെ നിറഞ്ഞ പ്രൗഢഗംഭീര വ്യക്തിത്വം കൂടിയാണ് വേദനയോടെ വിട പറയുന്നത്. മലയാളത്തിൻ്റെ ഭാവഗായകന് നാടിൻ്റെയും കൈരളി ന്യൂസിൻ്റെയും ആദരാഞ്ജലികൾ.